വാർത്തകളിലേക്ക്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഹർത്താലിനിടെ പൊതുമുതൽ നശിപ്പിച്ച കേസിൽ സർക്കാർ റിപ്പോർട്ട് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ, CP മുഹമ്മദ് നിയാസ് എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. സംസ്ഥാനത്ത് 248 പേരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചത്. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, ഈ കേസിലെ 248 പേരുടെയും സ്വത്ത് കണ്ടുകെട്ടിയതായാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. കോടതി ഈ വിഷയത്തിൽ സർക്കാരിന് അന്ത്യശാസനം നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിക്ക് മുൻപ് മുഴുവൻ ആളുകളുടെയും സ്വത്തുവകകൾ കണ്ടുകെട്ടണമെന്ന അന്ത്യശാസനത്തിന് പിന്നാലെയാണ് സമയബന്ധിതമായി തന്നെ ഈ സ്വത്ത് കണ്ടുകെട്ടൽ നടപടികൾ സർക്കാർ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ഹൈക്കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? കമലേഷ്, തീർച്ചയായും ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശത്തെ തുടർന്നാണ് സർക്കാർ ഇത്തരത്തിലൊരു വേഗത്തിലൊരു നടപടിയിലേക്ക് കടന്നത്. 23-നകം നടപടികൾ പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു സർക്കാരിന് ഹൈക്കോടതിയുടെ അന്ത്യശാസനം. ഇതുമായി ബന്ധപ്പെട്ട ആണ് സർക്കാർ ഈ രീതിയിൽ 248 പേരുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. ഇതിൽ ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിലാണ്. 126 പേരുടെ സ്വത്തുക്കളാണ് മലപ്പുറത്ത് കണ്ടുകെട്ടിയത്. കോഴിക്കോട് 22, കണ്ണൂരിൽ 8 പേരുടെയും പാലക്കാട് 23 പേരുടെയും സ്വത്തുക്കൾ ഈ രീതിയിൽ കണ്ടുകെട്ടുകയുണ്ടായി. ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ, CP മുഹമ്മദ് നിയാസ് എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. ഇത്തരത്തിൽ വലിയ രീതിയിൽ പെട്ടെന്ന് വേഗത്തിൽ തന്നെ നടപടി പൂർത്തിയാക്കുന്നൊരു സമീപനമായിരുന്നു സർക്കാർ സ്വീകരിച്ചത്. ഈ സർക്കാരിന് ഹൈക്കോടതി കർശനമായ നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു വേഗത്തിൽ നടപടി എടുക്കുന്ന ഒരു സാഹചര്യത്തിൽ കടന്നത്. അതേസമയം തന്നെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളെല്ലാം തന്നെ ഈ സാഹചര്യത്തിൽ ഉയർന്നു വരുന്നൊരു കാര്യം കൂടി നമ്മൾ കാണുകയുണ്ടായി. ഈ മലപ്പുറത്ത് ആളുമാറി ഈ പേരിലെ ഇൻഷ്യലിലെ സാമ്യത കൊണ്ട് ജപ്തി, ഈ ഹർത്താലുമായി ബന്ധമില്ലാത്ത ആളുടെ പേരിലേക്ക് വരെ ജപ്തി നടപടികൾ എത്തുന്ന ഒരു സാഹചര്യം കണ്ടു. മലപ്പുറത്തെ പഞ്ചായത്ത് അംഗത്തിൻ്റെ വസ്തുക്കൾ ജപ്തി എന്നൊരു സാഹചര്യം കൂടി ഉണ്ടായൊരു അവസ്ഥയിലേക്ക് വരെ നീങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ഈ ഹർത്താലുമായി ബന്ധമില്ലാത്ത ആളുകളുടെ പേരിലേക്ക് വരെ ഈ ജപ്തി നടപടികൾ നീങ്ങുന്നൊരു ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കാണുകയുണ്ടായി. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ എല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആക്ഷേപം ഉണ്ടാകുന്ന കാര്യങ്ങളിലേക്ക് കിടക്കുകയുണ്ടായി. സർക്കാരിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ ഈ സർക്കാർ നൽകിയ റിപ്പോർട്ടിൽ പ്രധാനമായി എടുത്തു പറയുന്ന കാര്യം ഇത്തരത്തിലുണ്ടായ ആക്ഷേപങ്ങളെല്ലാം തന്നെ എല്ലാത്തിൻ്റെയും തന്നെ വസ്തുതകൾ പരിശോധിച്ച് അതിൽ നിയമാനുസൃതമായ നടപടി സ്വീകരിക്കുമെന്നും ഹൈക്കോടതിയിൽ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കമലേഷ്, ഉണ്ണികൃഷ്ണൻ, ഈ വിഷയത്തിൽ ആള് മാറിപ്പോയി എന്നതിനപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ ഉന്നയിച്ച വലിയൊരു ആക്ഷേപം കിട്ടിയ ആളുകളെ പിടിക്കുകയാണ് എന്നതാണ്. അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകരല്ലാത്ത ലീഗുകാരെ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ലീഗിൻ്റെ പ്രവർത്തകരെ കൂടി ഇതിൽ പ്രതി ചേർത്ത് ഇതിന്റെ ആക്കുന്ന തരത്തിലേക്കുള്ള ഇടപെടൽ കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ള ചില വിമർശനങ്ങൾ കൂടി വന്നിരുന്നു. തീർച്ചയായും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള വിമർശനമാണ് സർക്കാരിനെയും പോലീസിനെതിരെ ഉണ്ടായത്. പോലീസ് കിട്ടിയവനെ കള്ളനാക്കുക എന്ന രീതിയിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നതെന്നുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ കുഞ്ഞാലിക്കുട്ടി ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ ലീഗ് ജനറൽ സെക്രട്ടറി PM സലാം അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ തന്നെ രാഷ്ട്രീയമായൊരു പകപോക്കൽ എന്ന രീതിയിലാണ് അവിടെ നിന്നൊരു പ്രതികരണം വന്നത്. കൂടാതെ ഈ വിഷയം നിയമസഭയിൽ അടക്കം ഉന്നയിക്കുമെന്നും PM സലാം വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം സർക്കാരിനെതിരെയും പോലീസിനെതിരെയും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നൊരു സാഹചര്യം കാണുകയുണ്ടായി. അത്തരത്തിൽ തന്നെയാണ് സർക്കാർ ഒരു വിശദീകരണം ഈ റിപ്പോർട്ടിനൊപ്പം തന്നെ പറയുന്നത്. ഇത്തരത്തിൽ ഇങ്ങനെയുള്ള ആക്ഷേപങ്ങളെല്ലാം തന്നെ അതിൻ്റെ സത്യാവസ്ഥ പരിശോധിച്ച് നിയമാനുസൃതമായ നടപടിയിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. കമലേഷ്, വ്യക്തമാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഹർത്താലിനിടെയുണ്ടായ അക്രമ സംഭവങ്ങളിൽ ഉൾപ്പെട്ട ആളുകളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുന്ന നടപടി സർക്കാർ പൂർത്തിയാക്കി. സംസ്ഥാനത്ത് 248 പേരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് കേസ് വീണ്ടും പരിഗണിക്കുകയാണ്. KC ഉണ്ണികൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.